കത്തിയെരിഞ്ഞു ചാരമായി മാറിയ മധുരൈ നഗരത്തിലെ ചുടല മണ്ണുപോലും ഓർക്കാൻ ഭയക്കുന്നൊരു ചരിത്രമുണ്ട്. ഒരു രാജ്യവും രാജാവും ഒന്നടങ്കം ഒരു സ്ത്രീയുടെ ക്രോധത്തിനു മുന്നിൽ വെന്തു വെണ്ണീറായി ഒടുങ്ങിയ ചരിത്രം. തന്റെ ഭർത്താവായ കോവലനോടൊപ്പം കാവേരി പൂമ്പട്ടണത്തിൽ നിന്നും മധുരയിലെത്തിയതായിരുന്നു കണ്ണകി. പുതിയൊരു കച്ചവടം തുടങ്ങാൻ പണമില്ലാതെ വിഷമിച്ചിരുന്ന കോവലന് കണ്ണകി തന്റെ കാലിൽ കിടന്ന ഒരു ചിലമ്പ് വിൽക്കാനായി ഊരി നൽകി. അന്നേരം മധുരൈ രാജ്ഞിയുടെ പ്രിയപ്പെട്ട ചിലമ്പ് മോഷണം പോയിരിക്കുന്ന സമയമായിരുന്നു. ഇതറിയാതെ ചിലമ്പ് വിൽക്കാൻ പോയ കോവലനെ ചിലമ്പ് കട്ട കള്ളനായ കൊല്ലൻ ചതിച്ചു. രാജ്ഞിയുടെ ചിലമ്പ് കെട്ട കള്ളനെന്ന് മുദ്രകുത്തി. ഇതറിഞ്ഞ് കോപാകുലനായ രാജാവ് കോവലനെ ഒരു വിചാരണ പോലും കൂടാതെ വധിക്കാൻ ഉത്തരവ് നൽകി. ഒരു തെറ്റും ചെയ്യാത്ത കോവലന്റെ ശിരസ് ഛേദിക്കപ്പെട്ടു. ഇതറിഞ്ഞ് കൊട്ടാര അങ്കണത്തിലേക്ക് തന്റെ ഭർത്താവിന്റെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ കണ്ണകി എത്തി. സങ്കടം ഉള്ളിലടക്കി കോപം കൊണ്ട് ജ്വലിച്ച കണ്ണകി രാജാവിനോടായി പറഞ്ഞു, നഷ്ടപ്പെട്ട ചിലമ്പിലുള്ളത് മുത്തുകളെങ്കിൽ ഇതിലെന്തെന്ന് നോക്ക്. തന്റെ കയ്യിലുള്ള ചിലമ്പ് നിലത്തെറിഞ്ഞുടച്ചു. അതിൽ നിന്നും ചിതറിത്തെറിച്ചത് രക്തചുവപ്പുള്ള മാണിക്യ കല്ലുകളായിരുന്നു. ഇത് കണ്ട രാജാവ് താൻ ചെയ്ത പാതകത്തിൽ മനംനൊന്തു മരിച്ചു വീണു. ഇതുകൊണ്ടൊന്നും കോപമടങ്ങാത്ത കണ്ണകി തന്റെ കോപാഗ്നിയിൽ മധുരൈ നഗരം ചുട്ടെരിച്ചു. കണ്ണകിയുടെ കോപാഗ്നിയിൽ കത്തിയെരിയുന്ന മധുരയെ രക്ഷിക്കാൻ ഒടുവിൽ മധുര മീനാക്ഷി ദേവി തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. മധുരയിൽ നിന്ന് യാത്രയായ കണ്ണകി കൊടുങ്ങല്ലൂർക്കുള്ള യാത്രാമധ്യേ ഒരു കൊച്ചു പെൺകുട്ടിയുടെ രൂപം പ്രാപിച്ച് കിള്ളിയാറിൽ സ്നാനം ചെയ്തുകൊണ്ടിരുന്ന മുല്ലവീട്ടിൽ കാരണവരുടെ മുന്നിലെത്തി. തന്നെ നദി മുറിച്ചു കടക്കാൻ സഹായിക്കുമോ എന്ന് അഭ്യർത്ഥിച്ചു. അവളുടെ മുഖത്തെ ചൈതന്യം മനസ്സിലാക്കിയ കാരണവർ ഭക്ഷണം കഴിക്കാനായി ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഭക്ഷണമായി കാരണവർ വരുമ്പോഴേക്കും പെൺകുട്ടി അവിടെ നിന്നും അപ്രത്യക്ഷമായി. എന്നാൽ കാരണവർക്ക് അന്ന് രാത്രി ഒരു സ്വപ്ന ദർശനമുണ്ടായി. സ്വപ്നത്തിൽ ആ പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അടുത്തുള്ള കാവിൽ 3 വരകളാൽ അടയാളപ്പെടുത്തിയ പവിത്രമായ സ്ഥലത്ത് തനിക്കൊരു വാസസ്ഥലം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടു. പിറ്റേന്ന് സ്വപ്നത്തിൽ പെൺകുട്ടി പറഞ്ഞ സ്ഥലത്തെത്തിയ കാരണവർ അവിടെ തൃശൂലത്താൽ അടയാളപ്പെടുത്തിയ 3 വരകൾ കണ്ട് അത്ഭുതപ്പെട്ടുപോയി. സ്വപ്നത്തിൽ തന്റെ മുന്നിൽ വന്ന പെൺകുട്ടി സാക്ഷാൽ ഭഗവതി തന്നെയാണെന്ന് ബോധ്യപ്പെട്ട മുല്ലവീട്ടിൽ കാരണവർ അവിടെ അവൾക്കായൊരു ക്ഷേത്രം നിർമ്മിച്ചു. ഈ ക്ഷേത്രമാണ് പിൽക്കാലത്ത് ആറ്റുകാൽ ദേവി ക്ഷേത്രമായി മാറിയത്. കണ്ണകിയുടെ വിജയവും ആഗമനവും ഭക്തർ പൊങ്കാലയിട്ട് ആഘോഷിച്ചു എന്നാണ് വിശ്വാസം. അതിന്റെ ഓർമ്മ പുതുക്കലാണ് കാലങ്ങളായി നടന്നുവരുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവം.